ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മാത്സിലെ പ്രവർത്തന പുസ്തകം ഗണിതമിട്ടായി. അപ്പൊ ഗണിതമിട്ടായി എന്നുള്ള നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ 4ാമത്തെ പാഠമാണ് ഓണവിശേഷം. എല്ലാ കൂട്ടുകാരും ഓണവിശേഷം എന്നുള്ള ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിലെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? 4ാമത്തെ പാഠം ഓണവിശേഷം. അപ്പൊ നമ്മൾ വർക്ക്ഷീറ്റ് 24 4ാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യാൻ പറയുന്നത്? നമ്മുടെ വർക്ക്ഷീറ്റ് 24 എന്താ ചെയ്യാൻ പറയുന്നത്? പൂക്കളത്തിന് നിറം നൽകൂ. ഇവിടെ ഒരു പൂക്കളം നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക പൂക്കളത്തിന്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. അടുത്തത് 25 വർക്ക്ഷീറ്റ് 25 വഴി കാട്ടാമോ? ആർക്കാ വഴി കാണിക്കേണ്ടത്? തവളക്കുഞ്ഞിന് അല്ലെ? തവളക്കുഞ്ഞിന് അമ്മയുടെ അരികിലെത്താനുള്ള വഴിയാണ് കാണിക്കേണ്ടത്. അത് എങ്ങനെ കണ്ടുപിടിക്കുക? ചുവടെ കൊടുത്തവയുടെ ഉത്തരം കണ്ടുപിടിക്കുക. അതായത് ഈ കാണുന്ന നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുന്നതിന്റെ എല്ലാത്തിനും ആൻസറും അല്ലെ? നമ്മൾ ഇത് 2ഉം 1ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാണ്? 6ഉം 2ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാണ്? ഇതെല്ലാം നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സംഖ്യകൾ വരുന്ന ഇലകളിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? നിറം കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഉത്തരം കണ്ടെത്താം. 2ഉം 1ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാ? 2ഉം 1ഉം കൂട്ടിയാൽ 3. 3 കൂട്ടണം 2 5. 4ഉം 2ഉം കൂട്ടിയാൽ 6. 4ഉം 3ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാ? 7. 6ഉം 2ഉം 8. 3ഉം 1ഉം 4. 1ഉം 1ഉം എത്ര ഉത്തരം? 2 അല്ലെ? 5ഉം 4ഉം 9. ഇനി ഈ സംഖ്യകൾക്ക് എന്ത് ചെയ്യുക? ഇവിടെ നിറം കൊടുക്കുക. താഴെ കാണുന്ന ഇലകളിൽ എന്ത് ചെയ്യുക? സംഖ്യകൾ വരുന്ന കളങ്ങളിൽ നിറം കൊടുക്കുക. അപ്പൊ നമ്മുടെ തവള കുഞ്ഞിനെ എവിടെ എത്തും? തവള കുഞ്ഞിനെ അമ്മയുടെ അടുത്തെത്താനുള്ള വഴി കാണിക്കുക അല്ലെ? അടുത്തത് വർക്ക്ഷീറ്റ് 26 സുന്ദരി തത്തകൾ. ഇവിടെ നോക്കൂ, കുറച്ച് തത്തകൾ ഇരിക്കുകയാണ്. ആകെ എത്ര തത്തകൾ? ഇവിടെ ഇത്രയും മരക്കൊമ്പിൽ ഇരിക്കുന്ന തത്തകൾ ഒന്ന് എണ്ണി നോക്കൂ. എത്ര തത്തകൾ അവിടെ ഉള്ളത്? 1 2 3 4 5 6 7 8 9 10. 10 തത്തകൾ അല്ലെ? 10. പേരയ്ക്ക തിന്നുന്നത് എത്ര തത്തകൾ? ഇതിൽ എത്ര തത്തകളാ പേരയ്ക്ക തിന്നുന്നത്? കാണുന്നില്ലേ? എത്ര തത്തകളാ? 1 2 3 4 5 6. 3 തത്തകൾ കൂടി പറന്നു വന്നു. പേജ് 53 തത്തകളുടെ ചിത്രം മുറിച്ച് മരക്കൊമ്പിൽ ഒട്ടിക്കൂ. അപ്പൊ നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ 53ാമത്തെ പേജിൽ നമുക്ക് വെട്ടി ഒട്ടിക്കേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടീച്ചർ പറയും എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു തരും. അപ്പൊ അതെന്ത് ചെയ്യുക? ആ 3 തത്തകൾ, ഒരേപോലുള്ള 3 തത്തകൾ, ഇതുപോലത്തെ 3 തത്തകൾ നിങ്ങൾക്ക് അവിടെ 53ാമത്തെ പേജിൽ കാണാൻ പറ്റും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് ഇവിടെ കാണുന്ന കൊമ്പിൽ എന്ത് ചെയ്യുക? ഒട്ടിക്കുക. 3 തത്തകളാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഒട്ടിക്കേണ്ടത്. അപ്പൊ ഇപ്പോൾ എത്ര തത്തകളുണ്ട്? ഇവിടെ 10 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിന്റെ കൂടെ 3 തത്തയും കൂടെ വന്നിരുന്നാൽ എത്ര തത്തകളായി? 13. 20 തത്തകളാവാൻ ഇനി എത്ര തത്തകൾ കൂടി വരണം? 13 എന്നുള്ളത് 20 ആവണമെങ്കിൽ എത്ര തത്ത കൂടെ വരണം? 7 തത്ത കൂടെ വരണം അല്ലെ? 20ൽ നിന്നും 13 കുറച്ചു നോക്കിയാൽ ഉത്തരം എന്ത് കിട്ടും? 7 കിട്ടും. ഓരോന്നിനോടും എത്ര കൂട്ടിയാൽ 10 ആകും? ഇവിടെ കുറച്ച് സംഖ്യകൾ കാണുന്നില്ലേ? ഈ സംഖ്യകളുടെ കൂടെ 10 ആകണമെങ്കിൽ എത്ര കൂട്ടണം? അത് നോക്കൂ. ആദ്യത്തേത് 6 ആണ്. 6ന്റെ കൂടെ 6 എന്നുള്ള സംഖ്യ 10 ആകണമെങ്കിൽ 6ന്റെ കൂടെ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലെ? 6ഉം 4ഉം 10. അടുത്തത് 7ഉം 3ഉം 10. 2ഉം 8ഉം 5ഉം 5ഉം എത്ര ഉത്തരം? 10 ആണ്. 8ന്റെ കൂടെ എത്ര കൂട്ടണം? 2. 9ന്റെ കൂടെ 1. 3ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 10 ആയി? 7. അടുത്തത് വർക്ക്ഷീറ്റ് 27 ഡോമിനോസ് കളി. കളിയിൽ 4 പേർക്ക് കിട്ടിയ ഡോമിനോസ് നോക്കൂ. ഓരോരുത്തരുടെയും പോയിന്റ് കണക്കാക്കൂ. ആർക്കാണ് കൂടുതൽ പോയിന്റ്? ആർക്കാ കൂടുതൽ പോയിന്റ് കിട്ടിയത്? ആർക്കാ കൂടുതൽ പോയിന്റ് കിട്ടിയത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആരൊക്കെയാണ് കളിക്കുന്നത്? സിയ, ജിയ, ആദി, മേഘ. സിയക്ക് കിട്ടിയ പോയിന്റ് നോക്കൂ. സിയക്ക് നോക്കൂ, ആദ്യത്തെ നോക്കൂ, ഈ ഡോമിനോസിലുള്ള പോയിന്റുകൾ എണ്ണി നോക്കിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ആദ്യത്തേല് 1, ഈ ഓറഞ്ച് കളറിനകത്ത് എത്ര പോയിന്റ് ഉണ്ട്? 1 2 3 4 5. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 5. അടുത്ത നീല കളറിലോ 1 2 3 4 4. ഇനി 5ഉം 4ഉം കൂടെ കൂട്ടിയിട്ട് ഉത്തരം എഴുതുക. 5ഉം 4ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാ? 9. അടുത്ത ഇതേപോലെ ജിയക്ക് കിട്ടിയ പോയിന്റ് എഴുതൂ. ജിയക്ക് കിട്ടിയത് എത്രയാ? 6ഉം 9ഉം. 6ഉം 9ഉം 15. ആദിക്ക് കിട്ടിയതോ? ആദിക്ക് കിട്ടിയിരിക്കുന്നത് 7ഉം അതേപോലെ തന്നെ എത്രയാ? 8 ആണ് അല്ലെ? 7ഉം 8ഉം ഉത്തരം എത്രയാണ്? 15. മേഘയ്ക്ക് കിട്ടിയത് 7ഉം 9ഉം ആണ്. 7ഉം 9ഉം 16. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത്? ആർക്കാണ്? അതെ, ആർക്കാ? മേഘയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളും കളിക്കൂ. എനിക്ക് കിട്ടിയത് അതുപോലെ ഡോമിനോസ് കളിച്ച് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് എത്രയാണെന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുക? വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഓറഞ്ച് കളത്തിനകത്തും വരയ്ക്കണം. അതേപോലെ നീലയുടെ അകത്ത് നമുക്ക് കിട്ടിയ പോയിന്റുകൾ വരയ്ക്കുക. എന്നിട്ട് എത്ര പോയിന്റ് കിട്ടിയെന്ന് എഴുതിയിട്ട് കൂട്ടി നോക്കുക. ഉത്തരം എഴുതുക. അതുപോലെ ചങ്ങാതിക്ക് കിട്ടിയ ഫ്രണ്ടിന് കിട്ടിയതും ഇതുപോലെ വരച്ചിട്ട് ഉത്തരം എഴുതുക.
ഓരോരുത്തരുടെയും പോയിന്റ് ക്രമമായി എഴുതൂ. ഇനി നമുക്ക് നമ്മൾ എഴുതിയ പോയിന്റുകൾ ക്രമത്തിൽ എഴുതാം. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഉത്തരങ്ങളാണ് എഴുതേണ്ടത്. 7, 9, 9, അതേപോലെ 15, 15, 16. 12 പോയിന്റ് കിട്ടാൻ ഏതൊക്കെ ഡൊമിനോസ് ആകാം വരയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡൊമിനോസ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 12 പോയിന്റ് കിട്ടാൻ എങ്ങനെയൊക്കെ നമുക്ക് ഡൊമിനോസ് കിട്ടിയാൽ 12 ആകും? നമുക്കൊരു 2ഉം 2ഉം 9ഉം 2 9 അല്ല 3ഉം 9ഉം 3ഉം 9ഉം എത്രയാണ്? 12 അല്ലേ? നമുക്ക് ഇവിടെ 3ഉം വരയ്ക്കാം, ഇവിടെ നമുക്ക് 9ഉം വരച്ചാൽ 12 പോയിന്റ് കിട്ടില്ല. അടുത്തത് 4ഉം 8ഉം 4ഉം 8ഉം വരച്ചാലും 12 ആണ്. അതേപോലെ 5ഉം അതേപോലെ എത്രയാണ് വരച്ചിരിക്കുന്നത്? 7 അല്ലെ? 5ഉം 7ഉം വരച്ചാലും 12 പോയിന്റ് കിട്ടും. പിന്നെ 4ഉം അതേപോലെ തന്നെ എത്രയാ? ഇവിടെ 4 എണ്ണം ഉണ്ട്. ഇവിടെ എത്രയുള്ളത്? 2, 4, 6, 8 8 അല്ലെ? 4ഉം 8 വരച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്? 12 പോയിന്റ് കിട്ടും അല്ലെ? 12 പോയിന്റ് കിട്ടും. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുക? എത്ര പോയിന്റ് ആണ് കിട്ടുക? നമുക്ക് 12 പോയിന്റ് ആണ് കിട്ടേണ്ടത്. എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഡൊമിനോസ് വരയ്ക്കാം എന്നാണ് ഇവിടെ ചെയ്യേണ്ടത്. അടുത്തത് വർക്ക്ഷീറ്റ് 28 പക്ഷികൾ എത്ര? ഇവിടെ നോക്കൂ, ഒരു മരക്കൊമ്പിൽ കുറച്ച് പക്ഷികൾ ഇരിക്കുന്നുണ്ട്. മരക്കൊമ്പിൽ എത്ര പക്ഷികളാ? വേഗം എണ്ണി നോക്കി ഉത്തരം പറയൂ. അതെ, 13 എണ്ണം ഉണ്ട് അല്ലെ? 4 എണ്ണം തീറ്റ തേടി പറന്നു. ബാക്കി എത്ര പക്ഷികൾ? ഇപ്പൊ ഇവിടെ 13 പക്ഷികളുണ്ട് അല്ലെ? ഈ 13 പക്ഷികളില് 4 പക്ഷികൾ എന്ത് ചെയ്തു? ഈ 4 എണ്ണം തീറ്റ തേടി പറന്നുപോയി. ബാക്കി എത്ര പക്ഷികളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 9 പക്ഷികൾ അല്ലെ? 6 പക്ഷികൾ വന്നു. മരക്കൊമ്പിൽ എത്ര പക്ഷികളായി? അതായത് പുതിയതായിട്ട് എത്ര പക്ഷികൾ പറന്നു വന്നു? 6 പേര് കൂടെ പുതിയതായിട്ട് പറന്നു വന്നു. 6 പേര് പുതിയതായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര പക്ഷികളായി? പുതിയതായി വന്ന 6 പേരും ഇപ്പൊ ഉള്ള 9 ആൾക്കാർ അല്ലെ? മൊത്തം എത്ര പക്ഷികളായി? 15. ഇപ്പോൾ മരക്കൊമ്പിലുള്ളത് ആദ്യമുള്ള പക്ഷികളെക്കാൾ കൂടുതലാണോ കുറവാണോ? എന്താ ചോദ്യം? കൂടുതലാണോ കുറവാണോ എന്നാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ കൂടുതലാണോ കുറവാണോ? അതെ, കൂടുതലാണ് അല്ലേ? കൂടുതൽ എന്ന് എഴുതുക കേട്ടോ. ഇവിടെ ഇതിനകത്ത് എന്ത് എഴുതുക? കൂടുതൽ. അടുത്ത ചോദ്യം, എത്ര പക്ഷികളാ കൂടുതൽ? അതായത് എത്ര പക്ഷികൾ അധികമായി? ആദ്യം ഉണ്ടായിരുന്നത് എത്രയാ? ആദ്യം ഉണ്ടായിരുന്നത് 13 ആണ്. ഇപ്പൊ 15 ആയി. അപ്പൊ എത്ര പക്ഷികൾ കൂടുതൽ വന്നു? 15ന്ന് 13 കുറയ്ക്കുക, 2 പക്ഷികളാണ് അധികം വന്നത്. ഓരോ കൂട്ടത്തിലും എഴുതിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നടുവിലുള്ള കളത്തിൽ എഴുതൂ. 10ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസമാണ് നടുവിൽ എഴുതേണ്ടത്. അത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. വ്യത്യാസം കണ്ടുപിടിക്കാൻ 10ന്ന് 7 കുറയ്ക്കുക. 10ന്ന് 7 കുറച്ചാൽ ഉത്തരം എത്രയാ? 3. അടുത്തത് 3ഉം 5ഉം ആണ്. അപ്പൊ 3ന്ന് നമുക്ക് 5 കുറയ്ക്കാൻ പറ്റില്ല. 3ന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? കാരണം ചെറിയ സംഖ്യന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റില്ല. 5ന്ന് 3 കുറയ്ക്കുക. ഉത്തരം എത്രയാ? 2. അതേപോലെ അടുത്തത് 5ന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 8ന്ന് 5 കുറയ്ക്കുക 3. 9ന്ന് 4 കുറയ്ക്കുക 5. 9ന്ന് 2 കുറയ്ക്കുക 7. 7ന്ന് 6 കുറയ്ക്കുക. എത്ര ഉത്തരം? 1. വർക്ക്ഷീറ്റ് 29 എത്ര മീൻ? പാത്രത്തിലെ സംഖ്യ ഉത്തരമായി കിട്ടുന്ന മീനിനെ കണ്ടുപിടിച്ച് നിറം കൊടുക്കൂ. ഇവിടെ നോക്കൂ, പാത്രത്തിലെ സംഖ്യ ഏതാണ്? ഉത്തരം ഏതാ? 7 ആണ് അല്ലെ? അപ്പൊ ഈ 3 മീനില് ഏത് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ്, ഇവിടെ ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉത്തരം 7 കിട്ടുക? 4ഉം 4ഉം കൂട്ടിയാൽ ഉത്തരം കിട്ടുമോ? 7 കിട്ടുമോ? ഇല്ല അല്ലെ? 4ഉം 4ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാണ്? 8 ആണ് ഉത്തരം. 6ഉം 3ഉം കൂട്ടി നോക്കൂ, ഉത്തരം എത്രയാ? 9 കിട്ടും അല്ലെ? 9. 5ഉം 2ഉം കൂട്ടി നോക്കൂ, ഉത്തരം എത്ര കിട്ടുന്നുണ്ട്? അതെ, 7 ഉത്തരമായി കിട്ടുന്നുണ്ട്. അപ്പൊ ഈ മീനിന് എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. ബാക്കിയുള്ളതും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 10 ഇവിടെ ഈ 3 എണ്ണത്തിൽ ഏതാണ് 10 ഉത്തരമായി കിട്ടുക? ആ മീനിന് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. ഇതേപോലെ. അടുത്തത് വർക്ക്ഷീറ്റ് 30 നീരവും നീയയും മൃഗശാലയിൽ എത്തി. ടിക്കറ്റ് എടുക്കാൻ വരിയായി നിന്നു. മുന്നിൽ നിന്ന് 14ാമത് നീയയും 15ാമത് നീരവും നിൽക്കുന്നു. പിന്നിൽ നിന്ന് നോക്കിയാൽ നീരവും 3ാമതും 4ാമത് നീയയും. വരിയിൽ ആകെ എത്ര പേരാണുള്ളത്? ചിത്രം വരച്ച് കണ്ടുപിടിക്കൂ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക? ചിത്രം വരയ്ക്കുക. മുന്നിൽ നിന്നും 14ാമത് നിൽക്കുന്നത്, അതായത് മുന്നിൽ നിന്നും 14ാമത് നിൽക്കുന്നത്, ഇതാണ് ഫസ്റ്റത്തെ ആളെന്ന് വിചാരിക്കുക. അപ്പൊ മുന്നിൽ നിന്ന് 14ാമത് നിൽക്കുന്നത് ആരാ? നീയയാണ് അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇതാണ് ആര്? നമ്മുടെ നീയ അല്ലെ? ഇത് നീയയാണ്. തൊട്ടടുത്തത് 14, 15ാമത് നിൽക്കുന്നത് ആരാ? നീരവാണ്. പിന്നിൽ നിന്ന് നോക്കിയാൽ നീരവ് 3ാമത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നീരവിന് ശേഷം 2 പേരും കൂടി ഉണ്ടാവും അല്ലെ? അപ്പോഴാണ് ഇവിടെ എന്താ? പിന്നിൽ നിന്ന് നോക്കൂ, 1, 2, 3. ആരാണ്? നീരവ്. 4ാമത് നീയ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പേരാണ് ഉള്ളത്? ഇത് എണ്ണി നോക്കൂ, എത്ര ഉത്തരം കിട്ടുക? 17 പേരാണ് ക്യൂല് ഉണ്ടാവുക. അടുത്തത് വർക്ക്ഷീറ്റ് 31
ഭംഗിയുള്ള മയിലുകൾ. മൃഗശാലയിൽ മയിലുകളെ കണ്ടോ മയിലുകളെ കണ്ടോ? രണ്ട് ഗ്രൂപ്പായിട്ടാണ് മയിലുകൾ നിൽക്കുന്നത് അല്ലെ. ഇതിൽ വലിയ കൂട്ടം ഏതാണ്? വലിയ കൂട്ടം മയിലുകൾ ഏതാ? ഇവിടെ ഈ കൂട്ടത്തിൽ എത്ര മയിലുകളാണ് ഉള്ളത്? 1 2 3 4 5 6 7 8 മയിലുകൾ. ഇവിടെ ഈ അടുത്ത കൂട്ടത്തിൽ എത്ര മയിലുകളുണ്ട്? 1 2 3 4 4 മയിലുകളേ ഉള്ളൂ. അപ്പൊ വലിയ കൂട്ടം ഏതാണ്? ഫസ്റ്റത്തെയാണ് അല്ലെ. അപ്പൊ അത് ടിക്ക് ചെയ്യുക. നീരവ മയിലുകളുടെ കൂട്ടം എണ്ണി നോക്കി. വലിയ കൂട്ടത്തിൽ എണ്ണം എത്രയാ? 8. ചെറിയ കൂട്ടത്തിൽ എണ്ണം 4. ആകെ എത്ര മയിലുകളാണ് ഉള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8ഉം 4ഉം കൂടെ കൂട്ടുക. 8 കൂട്ടണം 4, ഉത്തരം 12. മയിലുകൾ നൃത്തം തുടങ്ങി. ചെറിയ കൂട്ടത്തിൽ നിന്ന് 3 മയിലുകൾ വലിയ കൂട്ടത്തിലെത്തി. ഇപ്പോൾ വലിയ കൂട്ടത്തിൽ എത്ര മയിലുകൾ? 8 പേരുണ്ട്. 8 പേരുടെ കൂടെ പുതിയതായി 3 പേരും കൂടെ വന്നു. അപ്പൊ 8 3 കൂട്ടിയാൽ ഉത്തരം എത്രയാ? 11. ചെറിയ കൂട്ടത്തെക്കാൾ എത്ര കൂടുതലാണ് വലിയ കൂട്ടത്തിൽ? ഇപ്പൊ വലിയ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? 11 പേരുണ്ട്. ചെറിയ കൂട്ടത്തിൽ 4 പേരുണ്ടോ? ഇല്ല അല്ലെ. 3 പേര് പോയി. അപ്പൊ ഒരാളെ ഉള്ളൂ. അപ്പൊ 11 നിന്ന് 1 കുറയ്ക്കുക. ഉത്തരം 10. സംഖ്യ എഴുതാം. 5നോട് 3 കൂട്ടി 4 കുറയ്ക്കുക. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? കൂട്ടലും ചെയ്യാനുണ്ട്, കുറയ്ക്കാനും ചെയ്യാനുണ്ട് അല്ലെ. അതായത് ആദ്യം എന്ത് ചെയ്യണം? 5ഉം 3ഉം കൂടി എന്ത് ചെയ്യുക? 5ഉം 3ഉം കൂടി കൂട്ടുക. 5ഉം 3ഉം കൂട്ടി ഉത്തരം എത്രയാ? 8 കിട്ടുക അല്ലെ. ഇനി 8ന്ന് എന്ത് ചെയ്യുക? 4 കുറയ്ക്കുക. 8ന്ന് 4 കുറയ്ക്കുക. ഉത്തരം എത്രയാ കിട്ടുക? 8ന്ന് 4 കുറച്ചാ 4. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാം. 3നോട് 2 കൂട്ടിയാൽ ഉത്തരം 5 കിട്ടും. 5ന്ന് 1 കുറയ്ക്കുക 4. 7നോട് 1 കൂട്ടിയാൽ ഉത്തരം എത്രയാ? 8. 8ന്ന് 2 കുറയ്ക്കുക 6. 6നോട് 3 കൂട്ടിയാൽ 9. 9ന്ന് 7 കുറച്ചാൽ 2. വർക്ക്ഷീറ്റ് 32. മുയലുകൾ. ആകെ എത്ര മുയലുകൾ? ഇവിടെ നോക്കൂ. എത്ര മുയലുകൾ അവിടെ പുറത്തുള്ളത് നോക്കൂ. എണ്ണി നോക്കിക്കേ. ഉത്തരം 9 കിട്ടുന്നില്ലേ? നീരവനെ കണ്ടപ്പോൾ കുറെ മുയലുകൾ മാളത്തിൽ ഒളിച്ചു. ഇപ്പോൾ എത്ര മുയലുകളാ പുറത്തുള്ളത്? 6. മാളത്തിൽ ഒളിച്ച മുയലുകളുടെ എണ്ണം എത്രയായിരിക്കും? 9 പേരുണ്ടായിരുന്നു. അതിൽ 6 പേരെ ഇപ്പൊ പുറത്തുള്ളൂ അല്ലെ. ബാക്കി എത്ര പേരായിരിക്കും ഒളിച്ചിട്ടുണ്ടാവുന്ന കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 9ന്ന് 6 കുറയ്ക്കുക. 9ന്ന് 6 കുറയ്ക്കുക. ഉത്തരം എത്രയാ? 3. അടുത്തത് ചെറിയ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് വലിയ സംഖ്യ? ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 9 7. 9ന്ന് 7 കുറയ്ക്കുക. 9ൽ നിന്നും 7 കുറയ്ക്കുക. അപ്പൊ ഇവിടുത്തെ ഉത്തരം കിട്ടും. അടുത്ത 8ന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ 9ന്ന് 7 കുറയ്ക്കുക. ഉത്തരം എത്ര കിട്ടി? 2. 8ന്ന് 4 കുറച്ചാൽ 4. 10ന്ന് 3 കുറച്ചാൽ 7. 7ന്ന് 6 കുറച്ചാലോ 1 അല്ലെ. 9ന്ന് 2 കുറയ്ക്കുക 7. 4ന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. 8ന്ന് 4 കുറയ്ക്കുക. വലിയ സംഖ്യ ഏതാ? 4 ആണോ 8 ആണോ? 8 ആണ്. അപ്പൊ 8ന്ന് 4 കുറച്ചാൽ ഉത്തരം എത്രയാ? 4. അടുത്തത് വർക്ക്ഷീറ്റ് 33. പന്തുകളാക്കാം. കാടും കളവും കളിക്കുകയാണ് നീയയും നീരവും. കിട്ടിയ കാർഡിലെ സംഖ്യകൾ കൂട്ടണം. കളത്തിൽ പൊട്ടുകൾ ഒട്ടിക്കണം. നീക്ക് കിട്ടിയ കാർഡുകൾ 9ഉം 8ഉം ആണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? പൊട്ട് ഒട്ടിച്ചിരിക്കുന്നത്. ആദ്യത്തേൽ 9 പൊട്ടും അടുത്തതിൽ 8 പൊട്ടും ഒട്ടിച്ചിട്ടുണ്ട്. ഈ 9 പൊട്ട് ഇവിടെ ആദ്യത്തേതിൽ 9 എണ്ണം അല്ലെ. ഇതിന് 10 ആവണമെങ്കിൽ എത്ര എണ്ണം ഒട്ടിക്കണം? ഒന്നുകൂടെ ഒട്ടിച്ചാൽ ഇവിടെ എത്രയാവും? 10 ആവും. ആ 1 പറഞ്ഞ അടുത്ത കാർഡിന് ഈ ഒരു പൊട്ട് എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുന്നു. ഇവിടെ 10 ആയി. അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെ 8 എണ്ണം ഉണ്ടാവുമോ? 7 അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോലെ ചെയ്യേണ്ടത്. പൊട്ടുകൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 9ഉം 8ഉം കൂട്ടിയാൽ അതേ ഉത്തരം തന്നെയായിരിക്കും 10ഉം 7ഉം കൂട്ടിയാലും. 10ഉം 7ഉം കൂട്ടിയാലും ഉത്തരം എത്രയാണ്? 17 ആണ്. നീരവിന് കിട്ടിയ കാർഡുകളും ഇതുപോലെ വരയ്ക്കുക. 7ഉം 6ഉം ആണ്. 7 എന്നുള്ളത് 10 ആവണമെങ്കിൽ എത്ര എണ്ണം കൂട്ടണം? എത്ര എണ്ണം കൂടെ ഒട്ടിക്കണം? 3 എണ്ണം കൂടെ ഒട്ടിക്കണം അല്ലെ. അപ്പൊ അത് 10 ആവും. അടുത്ത 6 എണ്ണം എന്തായി മാറും? 3 എണ്ണമായി മാറും അല്ലെ. അപ്പൊ 10ഉം 3ഉം കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം തന്നെയാണ് 7ഉം 6ഉം കൂടെ കൂട്ടിയാലും. 10ഉം 3ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാ? 13. അതേപോലെ ആദ്യത്തെ പോലെ എഴുതുക. ഇവിടെ ആദ്യത്തെ ഒന്ന് ചെയ്ത് തന്നിട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളത് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കൂ. എങ്ങനെയാണ്? 7ഉം 3ഉം കൂട്ടിയാൽ 10 ആണ്. അടുത്തതിൽ എന്ത് ചെയ്യണം? 10ന്ന് 3 കുറച്ചിട്ട് എഴുതുക. ഉത്തരം എന്താ കിട്ടുക? തൊട്ടടുത്ത സംഖ്യ അല്ലെ. 7 കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 10ന്ന് എന്തും കുറയ്ക്കുക? 7 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? ഉത്തരം 3 ആണ് കിട്ടുക. അതേപോലെ ബാക്കിയുള്ളത് ചെയ്യുക. 6 കൂട്ടണം 2 8. 8ന്ന് 2 കുറച്ചാൽ 6. 8ന്ന് 6 കുറച്ചാൽ 2. 4 കൂട്ടണം 3 7. 7ന്ന് 3 കുറച്ചാൽ 4. 7ന്ന് 4 കുറച്ച ഉത്തരം 3. 5 കൂട്ടണം 4 9. 9ന്ന് 4 കുറച്ചാൽ ഉത്തരം 5. 9ന്ന് 5 കുറച്ചാലോ ഉത്തരം 4. 8 കൂട്ടണം 2 10 ആണ്. 10ന്ന് 2 കുറച്ചാൽ ഉത്തരം 8 ആണ്. അതേപോലെ 10ന്ന് 8 കുറച്ചാൽ ഉത്തരം 2. നെക്സ്റ്റ് ആദ്യത്തെ പോലെ എഴുതി തുക കാണുക. തുകയാണ് കാണേണ്ടത്. 8 കൂട്ടണം 4 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു? അതെ 8 കൂട്ടണം 4 എന്നുള്ളത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? 8 എന്നുള്ളത് 10 ആവണമെങ്കിൽ 8നെ 10 ആക്കാൻ എത്ര കൂട്ടണം? 2 എണ്ണം കൂടിയാണ് വേണ്ടത് അല്ലെ. അപ്പൊ 8 കൂട്ടണം 2
കൂട്ടണം 2 എന്ന് വെച്ചാൽ 10 കൂട്ടണം 2 12. അതേപോലെ തന്നെയാണ് 7 എന്നുള്ളത് 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം 3 ആണ്. അപ്പൊ 6ൽ നിന്ന് 3 എടുത്തു. അതാണ് ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് 7 കൂട്ടണം 3 കൂട്ടണം 3 10 കൂട്ടണം 3 13. അടുത്തത് 9 കൂട്ടണം 1 കൂട്ടണം 3 13. 8 കൂട്ടണം 7 അതിനെ 8 കൂട്ടണം 2 കൂട്ടണം 5 15. 5 കൂട്ടണം 9 എന്നുള്ളത് എങ്ങനെ എഴുതുക 5 കൂട്ടണം 5 കൂട്ടണം 4 14. 8 കൂട്ടണം 6 8 കൂട്ടണം 2 കൂട്ടണം 4 എത്ര ആൻസർ 14. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 35 ഉത്തരം കണക്കാക്കൂ. രണ്ടുപേരുടെയും കയ്യിൽ ആകെ എത്ര പേനയുണ്ട് രണ്ടുപേരുടെയും കയ്യിലെ പേനകളുടെ എണ്ണം എണ്ണി നോക്കൂ എത്ര എണ്ണം ഉണ്ട് 5ഉം 7ഉം ആണ് ഉള്ളത് അല്ലെ. അപ്പൊ 5ഉം 7ഉം കൂട്ടി നോക്കിയാൽ ഉത്തരം എത്രയാ 12 ആണ്. രണ്ട് ബെഞ്ചിലും കൂടി എത്ര പേര് നോക്കൂ രണ്ട് ബെഞ്ചിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നത് കണ്ടില്ലേ എത്ര പേരാ ഉള്ളത് അതെ 9 പേരുണ്ട് അല്ലെ 9 പേരുണ്ട്. അടുത്തത് ഇവിടെ കുറച്ച് കപ്പുകൾ കാണുന്നില്ലേ ഇതിൽ നിന്നും 3 കപ്പുകൾ രാജി എടുത്താൽ ബാക്കി എത്ര കപ്പുകൾ ഉണ്ടാവും 3 കപ്പുകളാണ് രാജി എടുക്കുന്നത് കേട്ടോ. ബാക്കി എത്ര ഈ 3 കപ്പുകൾ മാറ്റിയാൽ ബാക്കി എത്ര കപ്പുകളാണ് ഉള്ളത് അതെ 9 കപ്പിൽ നിന്ന് 3 കപ്പ് രാജി എടുത്തു ഉത്തരം എത്രയാണ് 6. ഒരു കുട്ടയിൽ 9 മാങ്ങകൾ 3 എണ്ണം സോബി എടുത്തു 2 എണ്ണം സൂന്യ എടുത്തു ബാക്കി എത്ര മാങ്ങകൾ എങ്ങനെ കണ്ടുപിടിക്കാം അതായത് മൊത്തം എത്ര മാങ്ങയുണ്ട് 9 മാങ്ങയാണ് ഉള്ളത് കേട്ടോ 9 മാങ്ങയാണ് നമ്മളിപ്പോ 9 ലൈൻ വരച്ചു 3 4 5 6 7 8 9 അതിലെ 3 എണ്ണം സോബി എടുത്തു അപ്പൊ ആ 3 വര വെട്ടിക്കളയുക അതുപോലെ വെട്ടുക ഇത് കണ്ടോ 3 എണ്ണം നമ്മൾ മാച്ചു അല്ലെങ്കിൽ 3 എണ്ണം വെട്ടി ബാക്കിയുള്ളതിലെ 2 എണ്ണം ശൂന്യം എടുക്കുകയാണ് 2 എണ്ണം ശൂന്യക്കും കൊടുത്തു ബാക്കി എത്രയുള്ളത് 4 എണ്ണമാണ് ഉള്ളത്. അടുത്തത് ലാസ്റ്റ് വർക്ക്ഷീറ്റ് 36 സംഖ്യ എഴുതി പൂർത്തിയാക്കൂ. ഇവിടെ 8 എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കൂ 10ൽ നിന്നും 2 കുറഞ്ഞത് എത്ര ഉത്തരം 8. നമ്മളിവിടെ അടുത്ത ഉത്തരം എഴുതണം 6ഉം 7ഉം ചേർന്നാൽ ഉത്തരം എത്രയാണ് 13. അടുത്ത 9 കൂട്ടണം 6 9 കൂട്ടണം 6 ആണ് കേട്ടോ 3 അല്ല. അതായത് 9ന്റെ കൂടെ എത്ര കൂട്ടുന്നത് അതെ 9ന്റെ കൂടെ എത്ര കൂട്ടിയിരിക്കുന്നത് 6 ആണ് അല്ലെ 9ഉം 6ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാണ് അതെ 15 ആണ് അല്ലെ 15. 9 കൂട്ടണം 6 15. അടുത്തത് ഇവിടെ 10 ആണ് ഉത്തരമായിട്ട് വരുന്നത് 10 ഉത്തരമായിട്ട് വരികയാണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് ഇതുപോലെ എന്ത് എഴുതാൻ പറ്റും 20ന്ന് 10 കുറയ്ക്കുക അല്ലെ 10 ഉത്തരമായി വരും. പിന്നെ അടുത്തത് 12 ഉത്തരമായി കിട്ടാൻ 7ഉം 5ഉം കൂട്ടിയാൽ 12. അടുത്തത് 5നോട് 7 കൂട്ടിയത് 5നോട് 7 കൂട്ടിയത് എത്രയാ 12. 20ൽ നിന്ന് 5 കുറഞ്ഞത് 15. 19ൽ നിന്ന് 9 കുറഞ്ഞാൽ 10. 17നോട് 3 കൂട്ടിയത് 20. 12നോട് 8 കൂട്ടിയാൽ എത്രയാ 20. അപ്പൊ നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ഓണവിശേഷം എന്നുള്ള പാഠത്തിന്റെ നമ്മുടെ വർക്ക് ബുക്കിന്റെ ക്ലാസ് ആയിരുന്നു നമ്മുടെ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് ആയിരുന്നു. എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്